ഹീറോയിസത്തിന് പരിധിയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന ആ ദിവസം. അവള് നോക്കണം, പോയി പറ. എടാ സെപ്റ്റംബർ 5 നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാവരും കൃത്യം 9 മണിയാകുമ്പോൾ എത്തണം. പിന്നെ കളർ വേണമെങ്കിൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, മറക്കരുത്. അതിൻ്റെ ഇടയിൽ ഓരോന്ന് വന്നോളും. എടാ പോയി പറ. എടാ ഇപ്പൊ വേണോ പിന്നെ ആയാലോ? ഓ ഒന്ന് പോയി പറ. സണ്ണി വാ. ഏത് നേരത്താവോ ദൈവമേ, എന്നാലും നിനക്കൊരു ബർമൂടെങ്കിലും ഇടായിരുന്നു. ആ ഇതേ ബാറ്ററി സേവ്മെന്റ്. എന്താണ് 3 പേരും കൂടി ഇങ്ങനെ ഇരുന്നൊരു ഗൂഢാലോചന? ഇച്ചിരി അങ്ങ് നീക്കിയ. എടാ സ്റ്റാഫ് റൂമിന് ന്യൂസ് പറഞ്ഞപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ എന്തിനാണ് എമ്മാതിരി ടെൻഷൻ അടിക്കുന്നത്? എടാ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാവിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നിന്റെ പ്രശ്നം എന്നാ? നിന്നെ അവരെ നോക്കി കളിയാക്കുന്നതാണോ നിന്റെ വിഷമം? എടാ അവര് നിന്നെ നോക്കി കളിയാക്കാൻ നേരത്തെ നീ അവരെ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, അവിടെ തീർന്നടാ പ്രശ്നം. എടാ ഈ ലോകത്തെ ഏതൊരു പ്രശ്നത്തിനും നല്ലൊരു മറുപടി എന്ന് പറയുന്നത് ചിരിയാണ്. ആ ഒരു ചിരിയിൽ തോറ്റു പോകുന്നുള്ള ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെ സാമർഥ്യവും ദേഷ്യവും. ഓക്കെ അപ്പൊ ശരിയെന്നാ, നേരെ ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക്. ക്ലാസ് ഇപ്പൊ തുടങ്ങും കേട്ടോ. വെറുതെ അല്ലേ പുള്ളിക്കാരൻ്റെ ബാറ്ററി സേവ്മെന്റ് ഒരു ചാർജിങ്. Our next topic is living organism. An organism is a form of life that can grow and reproduce. മനസ്സിലായോ? ഓക്കെ അപ്പൊ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പിന്നെ കാണാം. ശരി എന്നാ. ഓക്കെ. നിന്റെ റഫ് ഒന്ന് തരാവോ?
പിള്ളേരെ ഇന്ന് പഠിപ്പിച്ചത് വീട്ടിൽ പോയി നന്നായിട്ട് നോക്കിയിട്ട് വരിക. ഓക്കെ? വിട്ടോ വിട്ടോ. സണ്ണി ഞങ്ങൾ പുറത്തേക്കാം. താങ്ക്സ്. ഒന്ന് പോയിരുന്നു പഠിച്ചിടക്കാം. ഏതു നേരവും ഒരു ഫുട്ബോള്. ആ എടാ ശരി പറ. എടാ അവളെന്താ നിന്നോട് പറഞ്ഞേ? എടാ അവളെനിക്കൊരു ബുക്ക് തന്നില്ലായിരുന്നോ? അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. എന്തോ ഇക്വേഷനാന്ന് തോന്നുന്നു. ഇക്വേഷനാ? അത്രേ ഉള്ളൂ? ഞാൻ വിചാരിച്ച് അത് വിട്. വേറെന്താ പരിപാടി? വേറെ അതേ തന്നെ. എടാ പിന്നെ വിളിക്കാട്ടോ. എടാ വേഗം പോയിട്ട് വാ. ആ പോവാ. നീയേ ഒരു കൂട്ടായി എന്നിലോമയായെന്നുമേ ആരും കാണ സ്നേഹമേ